ഷൈനിങ് ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷൈൻ സിജിൻ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാഫ്റ്റ് ഫൗണ്ടേഷനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും അറിയാം, റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു സ്ലാബ്, അതിനകത്ത് നമ്മൾ ബീമുകൾ, പ്രൈമറി ബീം ഇടുന്നു, സെക്കൻഡറി ബീം ഇടുന്നു, അത് കോളംസ് വെക്കുന്നു. ഈ റാഫ്റ്റ് ഫൗണ്ടേഷൻ നമ്മൾ കുറേ ടൈപ്പ് മോഡലുകൾ വരുന്നുണ്ട്. കാരണം ഈ റാഫ്റ്റ് ഫൗണ്ടേഷന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഹെവി ലോഡ്സ്, വളരെ ഹെവി, അതായത് വളരെ ഭാരമുള്ള ബിൽഡിങ്ങുകൾക്കാണ് സാധാരണ നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ ചെയ്യുന്നത്. കാരണം ഡീപ്പ് ഫൗണ്ടേഷനിൽ അത് ഷാലോ ഫൗണ്ടേഷനാണ്, കാരണം അതിന് താഴത്തേക്ക് പോകുന്നത്. ഈ റാഫ്റ്റ് ഫൗണ്ടേഷനിൽ ഒരു പ്രധാന അഡ്വാൻറ്റേജ് ടൈം സേവിങ് കൂടിയിട്ടാണ്. പക്ഷെ ഇത് ഹെവി ബിൽഡിങ്ങുകൾക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് ഹെവി ബിൽഡിങ്ങിൽ നമുക്ക് കോൺക്രീറ്റും സ്റ്റീലും എല്ലാം കുറച്ചധികം വരുന്നുണ്ട്. പിന്നെ ഈ റാഫ്റ്റ് തന്നെ നമ്മൾ 2-4 തരത്തിൽ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് സ്ലാബ് റാഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ സ്ലാബ് റാഫ്റ്റ് ചെയ്യുമ്പോൾ പ്രധാന ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഈ പില്ലറുകളെല്ലാം ഒരു അണീവൽ, അതായത് ഈക്വൽ സ്പേസിംഗ് ആയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഒരു റാഫ്റ്റ് ഫൗണ്ടേഷൻ സ്ലാബില് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ബെഡ് സ്ലാബ് കൊടുക്കും, അതായത് ഈവൻ അല്ലാത്ത രീതിയിൽ, അതായത് പല പല ലെവലിലും ഒരുപാട് ലെങ്ത് കൂടിയിട്ടെല്ലാം ആണെങ്കിലും നമ്മൾ ഇതിനകത്ത് പ്രൈമറി ബീമും സെക്കൻഡറി ബീമും സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിനകത്തുള്ള റാഫ്റ്റ് ചെയ്യുന്നുണ്ടാവുക. കാരണം കോളം ടു കോളം അല്ലാതെ നമ്മൾ പ്രൈമറി ബീമുകൾ കൊടുക്കും, അത് കഴിഞ്ഞ് സെക്കൻഡറി ബീമുകളും കൊടുക്കും. അപ്പോൾ ഒരു ബെഡ് ഉണ്ടാവും, സ്ലാബിന്റെ ബെഡ് ഉണ്ടാവും, അതിന്റെ മുകളിലേക്ക് ഇത് പ്രൈമറി ബീമും സെക്കൻഡറി ബീമും കയറി നിൽക്കും. എന്നിട്ട് അതൊരു വാട്ടർ പ്രൂഫിംഗ് നടത്തിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് എർത്ത് ഫില്ലിംഗ് കൊടുക്കും. എന്നിട്ട് അതിന് മുകളിൽ പീസസ് ചെയ്തിട്ട് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ 6 മാസം മഴ പെയ്യും. ഈ റാഫ്റ്റ് ഫൗണ്ടേഷന്റെ ഒരു പ്രധാന കുഴപ്പം എന്ന് പറയുന്നത് അപ്ലിഫ്റ്റ് പ്രഷർ വരുന്നുണ്ടാവും. കാരണം പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇതിനകത്ത് അപ്ലിഫ്റ്റ് പ്രഷർ വരും. അപ്ലിഫ്റ്റ് പ്രഷർ വരുമ്പോൾ, അതായത് ബിൽഡിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അപ്ലിഫ്റ്റ് പ്രഷർ വരുന്നതെന്നുണ്ടെങ്കിൽ ആ അപ്ലിഫ്റ്റ് പ്രഷറും ബിൽഡിങ്ങിന്റെ ലോഡും തമ്മിൽ കോംപ്രമൈസ് ആയി പോകും. പക്ഷേ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം നമ്മളുടെ കാലവർഷമുണ്ട്, അതുപോലെ തന്നെ തുലാവർഷമുണ്ട്, എപ്പോഴാണ് മഴ പെയ്യാന്ന് നമുക്ക് തന്നെ അറിയാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു റാഫ്റ്റ് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് അപ്ലിഫ്റ്റ് പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് അപ്ലിഫ്റ്റ് പ്രഷർ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റെമഡീസ് യൂസ് ചെയ്യണം. അപ്ലിഫ്റ്റ് പ്രഷർ വന്നു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ബെഡും, അതായത് റാഫ്റ്റ് ഫൗണ്ടേഷന്റെ ബോട്ടവും മണ്ണും തമ്മിലുള്ള കണക്ഷൻ പോകും. കാരണം ഇത് അപ്ലിഫ്റ്റ് ചെയ്ത് പോകും. നോർമൽ കേസിൽ നമ്മൾ പുറത്തൊക്കെ സാധാരണ ചെയ്യുമ്പോൾ ഇത് ആകെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടാവും എർത്ത് ക്വേക്ക് കേസിന് വേണ്ടി മാത്രമായിരിക്കും. കാരണം എർത്ത് ക്വേക്ക് വരുമ്പോഴും ഈ സെയിം എഫക്റ്റ് വരും. കാരണം ഈ എർത്ത് ക്വേക്ക് വരുമ്പോഴും നമ്മളുടെ ഈ ഫൗണ്ടേഷൻ, ഈ മാറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷന്റെ ബോട്ടം സ്ട്രക്ചറും സോയിലും തമ്മിൽ കണക്ഷൻ വരും. പിന്നെ സെറ്റിൽമെന്റ് വരുമ്പോൾ അത് ഹെവി ആയിരിക്കും, ബിൽഡിങ്ങിന് ഡാമേജ് ആയിരിക്കും. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അതായത് കേരളത്തിൽ പ്രത്യേകം ചെയ്യുമ്പോൾ ഈ റാഫ്റ്റ് ചെയ്യുമ്പോൾ അപ്ലിഫ്റ്റ് പ്രഷർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെയുള്ള ഒരു പൈപ്പിന് നമ്മൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇപ്പൊ സാധാരണ റാഫ്റ്റ് സെറ്റ്, അതായത് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം മണ്ണൊന്ന് അടിച്ച് നമ്മളൊന്ന് ഉറപ്പിക്കും, മൊത്തം മണ്ണിന്. അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് നമ്മൾ ഈ പറയുന്ന ഈ 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് പൈപ്പിലുള്ള സാധാരണ വരുന്ന GI പൈപ്പ്, അതായത് ഈ പറയുന്ന പൈപ്പ് നേരെ വന്ന് വെക്കുമ്പോൾ ഇതിന്റെ താഴെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കുറച്ച് മെറ്റലുകൾ, അതായത് ചെറിയ ചെറിയ ബ്രോക്കൺ സ്റ്റോൺസ്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് 20 mm, അത് ആദ്യം ഇടും. എന്നിട്ട് അതിന്റെ മുകളിലായിരിക്കും നമ്മൾ ഈ പൈപ്പ് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. എത്രയാണ് നമ്മളുടെ ഈ ഫൗണ്ടേഷന്റെ റാഫ്റ്റിന്റെ ബേസ് സ്ലാബ്, അത് കഴിഞ്ഞ് പ്രൈമറി ബീം, സെക്കൻഡറി ബീം, അതിന്റെ മുകളിൽ നിന്നും ഒരു 2 ഫീറ്റോളം ഉയർന്ന രീതിയിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ഈ പൈപ്പിനെ നമ്മൾ ഇത് രീതിയിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ പൈപ്പിനെ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ അത് ആദ്യം നമ്മൾ മെറ്റലിട്ട് അതിന്റെ മുകളിലായിരിക്കും നമ്മൾ ഈ പൈപ്പ് വയ്ക്കുന്നത്. അതുപോലെ തന്നെ അതിനെ നമ്മൾ ഈ പറഞ്ഞ കോമ്പാക്ട് ചെയ്തു, അതിന്റെ മുകളിൽ നമ്മൾ PCC ഇട്ടു, അതിന്റെ മുകളിലായിരിക്കും നമ്മൾ ഈ പറയുന്ന ഈ റാഫ്റ്റിന്റെ സ്ലാബ് വരുന്നത്. ചില സമയത്ത് നമ്മൾ അണീവൻ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കോളംസ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ കോളം തമ്മിലുള്ള അകലങ്ങൾ മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ലാബിൽ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അതിനകത്ത് പ്രൈമറി ബീമും സെക്കൻഡറി ബീമും തന്നെ ഇട്ടിട്ടായിരിക്കും നമ്മൾ ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഈ പ്രൈമറി ബീം സെക്കൻഡറി ബീം ഇട്ട് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ്,
കോളം ഏത് പൊസിഷനായാലും നമുക്ക് കുഴപ്പമില്ല. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്രൈമറി വ്യൂവും സെക്കൻഡറി വ്യൂവും ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. ഇതിനകത്ത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്രയും ഹൈറ്റ് പൊങ്ങി നിൽക്കുമ്പോൾ ഇത്രയും ദൂരം മുഴുവൻ നമുക്ക് കോണിട്ട് നടക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് ഒരു ഹാർഡ് എർത്ത് അല്ലെങ്കിൽ നമ്മൾ അൻസെൻഡോ അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് അതിനകത്ത് നമ്മൾ ഒരു PCC ഇടും. ഇതിനകത്ത് ഇടുന്നതിന് മുൻപ് ഇതിനെല്ലാം നമ്മൾ വാട്ടർ, അതായത് ലീക്കേജ് വരാതിരിക്കുക എന്നുള്ള രീതിയിൽ ഡാം പ്രൂഫ് കോഴ്സ് അല്ലെങ്കിൽ അതിനകത്തുള്ള ലീക്കേജ് പ്രൂഫ് ചെയ്തിട്ട് വേണം ഈ സാൻഡ് ഇടാൻ വേണ്ടിയിട്ട്. ഇതിന് മുകളിലായിട്ട് പൊങ്ങി നിന്നിട്ട് വേണം നമ്മുടെ ഈ പൈപ്പിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഈ പറഞ്ഞ ഒരു 1 ഇഞ്ച് മുതൽ 2 ഇഞ്ചുള്ള പൈപ്പിന് നമ്മൾ പൊക്കി വെക്കും. ഈ പൊക്കി വെച്ചിട്ട് അതിനകത്ത് നമ്മളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇൻ കേസ് വല്ല മഴയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിലൂടെ നമ്മളുടെ ഈ പൈപ്പിലൂടെ നമ്മൾ ഈ പ്രഷർ റിലീസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ താഴെ വരുന്ന അണ്ടർഗ്രൗണ്ട് വാട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മഴ പെയ്തിട്ടോ വന്ന വെള്ളത്തിന് നമ്മൾ പ്രഷർ പുറത്തേക്ക് ഇടാൻ പറ്റും. പിന്നെ ഇത് പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് 10 മീറ്ററിന്റെ താഴെ നമ്മൾ പാർക്കിങ്ങിനെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം ചില ഗ്രൗണ്ട് ഫ്ലോർ പാർക്കിങ്ങിനെല്ലാം കൊടുക്കും. അപ്പൊ അത് നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം വാട്ടർ പ്രഷർ വന്നു കഴിഞ്ഞാൽ ഇതിന് മൊത്തത്തിൽ വർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പൊക്കിക്കൊണ്ടുപോകും. അതായത് അത്രയും രീതിയിലുള്ള പ്രഷർ വരും. അപ്പൊ ആ രീതിയിൽ ചെയ്യുമ്പോൾ ഈ പൈപ്പുകളിൽ കൂടെ വരുന്നത് വെള്ളം നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ഒരു 80% ബിൽഡിങ്ങിന്റെ വർക്ക് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് സീൽ ചെയ്യാൻ പറ്റും. അതായത് എങ്ങനെ സീൽ ചെയ്യുന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാനും പറ്റും. ഈ സീലിംഗ് മെത്തേഡും ഉണ്ട്. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലിഫ്റ്റ്, അതായത് എർത്ത് അപ്ലിഫ്റ്റ് അല്ല, നമ്മുടെ ഈ വെള്ളത്തിന്റെ അതായത് വന്നുള്ള അപ്ലിഫ്റ്റിന് നമുക്ക് ഒരു 100% സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പൈപ്പുകളെല്ലാം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 4 മീറ്റർ ഉണ്ടാവില്ലേ, അതായത് ഒരു പൈപ്പ് കഴിഞ്ഞാൽ 4 മീറ്റർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബീമുകളെ ഒഴിവാക്കിയിട്ട്, അതായത് ബീം വരുന്ന സ്ഥലത്ത് നമുക്ക് പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ ബീമിന്റെ സ്ട്രെങ്തിനെ ബാധിക്കും. അതായത് പ്രൈമറി ബീം സെക്കൻഡറി ബീമിന്റെ സ്ട്രെങ്തിനെ ബാധിക്കും. അപ്പോൾ ബീമുകൾ ഒഴിവായ സ്ഥലത്ത് സ്ലാബ് വരുന്ന ഏരിയയിലെല്ലാം നമുക്ക് ഇതേപോലെ ഇതിനെ കാസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ പൈപ്പ് ലൈൻ നിർത്താം. ഇത് ഇൻ കേസ് വെള്ളത്തിന്റെ പ്രഷർ വന്നു കഴിഞ്ഞാൽ ഈ പ്രഷർ ഇവിടെ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതാണ് ഒരു ടെക്നിക്ക്. ഇതിനകത്ത് നമ്മൾ ഈ പൈപ്പുകളെല്ലാം വന്നു. ഇതേപോലെ തന്നെ നമ്മൾ 80% കോൺക്രീറ്റിന്റെ ലോഡ് ബിൽഡിംഗിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ വരുന്ന ഈ പൈപ്പിനെ നമ്മൾ കട്ട് ചെയ്ത് സീൽ ചെയ്യാന്നുള്ളതാണ്. ഇതിന് പ്രധാനമായിട്ട് സീൽ ചെയ്യുന്നത് നമ്മൾ പ്രഷർ ഗ്രൗട്ടിംഗ് മെത്തേഡാണ്. അതായത് ആദ്യം നമ്മളൊരു ബാഗ് സിമെന്റ് നമ്മൾ സ്ലറി ആക്കി നമ്മൾ മിക്സ് ചെയ്യുന്നു. അതായത് നമുക്ക് ഇതിനകത്ത് ഈ ഹോളിലേക്ക് ഒഴുകി പോകാൻ പറ്റാവുന്ന രീതിയിലേക്ക് ഇത് സ്ലറി ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യും. പെൻട്രോൺ എന്ന് പറയുന്ന ഒരു അഡ്മിക്സർ ആഡ് ചെയ്യും. പെൻട്രോൺ എന്നുള്ള ഒരു അഡ്മിക്സർ അത് ആഡ് ചെയ്ത് അതിന് വീണ്ടും സ്ലറി ആക്കും. എന്നിട്ട് സിബെക്സ് 100 എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു അഡ്മിക്സർ ഉണ്ട്. ഇത് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത്, അതായത് ഒരു ബാഗിന് 220 ഗ്രാം, അതായത് 220 ഗ്രാം ആണ് ഈ സിബെക്സ് 100 എന്നുള്ളത് ആഡ് ചെയ്യേണ്ടത്. ഇത് ആഡ് ചെയ്തിട്ട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സ്ലറി പ്രഷർ പമ്പ് വെച്ച് ഇതിനകത്ത് ഈ പറഞ്ഞ ഹോൾസിനകത്ത് നമ്മൾ പ്രഷറൈസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കടത്തി വിടും. അപ്പൊ ഈ 4 മീറ്റർ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാ ഭാഗത്തും ഇതിലേക്ക് കവർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് സെറ്റിൽമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് വല്ല വാട്ടർ പ്രഷർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉള്ളിലോട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഈ സിബെക്സ് 100 ഉപയോഗിക്കുന്നതിന് പ്രധാനം എന്ന് പറയുന്നത് സിമെന്റ് സാധാരണ രീതിയിൽ നമ്മൾ അതിനകത്ത് വെറുതെ പ്രഷറൈസ് ചെയ്തിട്ട് കയറ്റി അതിനകത്ത് ഉള്ളിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സിമെന്റിന് ഒരു പ്രോപ്പർട്ടി ഷ്രിങ്കേജ് ചെയ്യും. അതായത് ഈ സമയത്ത് നമ്മൾ അതിനകത്ത് ഉള്ളിലൂടെ കയറ്റി വിടുകയും ചെയ്യും. നമ്മുടെ പർപ്പസ് ഈ പറയുന്ന ബിൽഡിങ്ങും സോയിൽ, അതായത് ബിൽഡിങ്ങിന്റെ ബോട്ടം സ്ലാബും ഇതും കൂടി തമ്മിൽ കണക്ട് ചെയ്യണം. ഇതിന്റെ പ്രധാന ഒരു ഗുണം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ലാബ്, അതായത് നമ്മുടെ റാഫ്റ്റ് സ്ലാബിന്റെ ബോട്ടും മണ്ണും തമ്മിലുള്ള കണക്ഷൻ ഒന്നുകൂടി സ്റ്റിക്ക് ഓൺ ചെയ്യും. സാധാരണ സിമെന്റ് മാത്രം അടിച്ചു കഴിഞ്ഞ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് ഇതിനകത്ത് പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാ ഭാഗത്തേക്കും എത്തും. പക്ഷെ അത് എത്തിക്കണമെങ്കിൽ തന്നെ അതിനകത്ത് സെറ്റ് ആവും. കുറച്ച് കഴിഞ്ഞ് സിമെന്റ് ഷ്രിങ്ക് ആവും. അതായത് ഏത് സിമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് അത് മൊത്തം ഷ്രിങ്ക് ആവും. ഈ ഷ്രിങ്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വീണ്ടും നമ്മൾ ഉദ്ദേശിച്ച ഗുണം കിട്ടില്ല. കാരണം ഈ സ്ലാബിന്റെ ബോട്ടും ഈ നമ്മൾ താഴെയുള്ള മണ്ണും തമ്മിലുള്ള കണക്ഷൻ വീണ്ടും അമർന്നു പോകും. കാരണം സെറ്റിൽമെന്റിന്റെ ചാൻസ് വീണ്ടും വരും. ഇത് ഈ അഡ്മിക്സറുകൾ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഷ്രിങ്കേജിന്റെ പ്രോപ്പർട്ടി അത് ഒഴിവായി കിട്ടും സിമെന്റിന്റെ. അപ്പൊ ഇതിനകത്ത് നല്ല സ്ട്രെങ്ത്തിൽ നമുക്ക് ഇതിനകത്ത് ഫിറ്റായി കിട്ടും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള സെറ്റിൽമെന്റിന്റെ പ്രശ്നങ്ങളൊന്നും ഒന്നും വരില്ല. കാരണം ഈ സ്മോട്ട് എന്തെങ്കിലും അപ്ലിഫ്റ്റൊക്കെ വന്നാൽ നമുക്ക് അതിനകത്തുള്ള രീതിയിൽ നിർത്താൻ പറ്റും. കാരണം ഇതിനകത്തെല്ലാം നമുക്ക് ഇതിനകത്ത് കയറി ഇതിനകത്ത് എല്ലാവരും ഈ പോർഷനിലെല്ലാം ഈ സ്ലറി കയറി പോകും. ഈ രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന സീൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇതിന്റെ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഈ പറയുന്ന രീതിയിൽ അപ്ലിഫ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെയുള്ള പൈപ്പുകൾ ഇൻസേർട്ട്
ഇതിനെ സംബന്ധിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ട്, അതിനകത്ത് വിളിക്കാം. ഇത് കൂടുതൽ യൂസേജ് വരുന്നുണ്ടാവുക സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും. അതേപോലെ തന്നെ റാഫ്റ്റ് ഫൗണ്ടേഷൻ ചെയ്ത് നമുക്ക് എങ്ങനെയാണെന്നുള്ള